നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. ഹർജി നാളെ പരിഗണിക്കും. രാഹുൽ 9ാം ദിവസവും ഒളിവിൽ. ഷൊർണൂർ തൃശൂർ റെയിൽപാതയിൽ ഗുഡ്സ് ട്രെയിനിന്റെ വീൽ സ്ലിപ്പായതിനെ തുടർന്ന് ട്രെയിൻ ഗതാഗതം മണിക്കൂറോളം തടസ്സപ്പെട്ടു. വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള ട്രെയിനുകൾ 1 മണിക്കൂറോളം നിർത്തിയിട്ടു. പേരാമംഗലത്ത് ഹോണടിച്ചതിനെ ചൊല്ലിയുള്ള തർക്കത്തിനിടെ 3 പേർക്ക് കുത്തേറ്റ സംഭവത്തിൽ പ്രതി പിടിയിൽ. കേച്ചേരി സ്വദേശി കൃഷ്ണ കിഷോറാണ് പിടിയിലായത്. കരുവന്നൂർ പുഴയിൽ ചാടി കാണാതായ ആളുടെ മൃതദേഹം കണ്ടെത്തി. ചെറിയപാലം സ്വദേശി അബ്ദുൾ സത്താറാണ് മരിച്ചത്. കുണ്ടുകാട് BSNL മൊബൈൽ ടവറിന് സമീപം സ്ഥാപിച്ച ജനറേറ്റർ കത്തിനശിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ചെമ്പൂത്രിയിൽ യുവാവിനെ റോഡരികിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കനാൽപ്പുറം സ്വദേശി വട്ടപ്പറമ്പിൽ പുത്തൻപുര വീട്ടിൽ 44 വയസ്സുള്ള രതീഷാണ് മരിച്ചത്. മാള പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും 9ാം വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമായി TP രവീന്ദ്രന് വാഹനാപകടത്തിൽ പരിക്കേറ്റു. സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന സ്ഥാനാർത്ഥിയെ കാർ ഇടിക്കുകയായിരുന്നു. തൃശൂർ ഫയർ അക്കാദമിയിൽ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. വിയൂർ ഫയർ അക്കാദമി ഗ്രൌണ്ടിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ ഫയർഫോഴ്സ് മേധാവി നിതിൻ അഗർവാൾ സല്യൂട്ട് സ്വീകരിച്ചു. തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാത കോണത്തുകുന്ന് ജംഗ്ഷനിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. സ്വകാര്യ ബസ്സുകളുടെ നിയമം ലംഘിച്ചുള്ള മത്സരയോട്ടം കോണത്തുകുന്ന് ജംഗ്ഷനിൽ ഗതാഗതക്കുരുക്കിനിടയാക്കുന്നതായി ആക്ഷേപമുണ്ട്. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വിവിധ വാർഡുകളിൽ പര്യടനം നടത്തി. BJPയുടെ പ്രകടന പത്രികയുടെ പ്രകാശനം സുരേഷ് ഗോപി നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് കടപ്പുറം ഡിവിഷൻ LDF സ്ഥാനാർത്ഥി CB രാധിക വെങ്കിടങ്ങ് പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പ് പര്യടനം നടത്തി. പാടൂർ കൈതമുക്കിൽ നടന്ന സമാപന പൊതുയോഗത്തിൽ CS രമേശൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്തിലേക്ക് കടപ്പുറം ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി ശ്രീഷ്മ ബാബുരാജ് വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി. പ്രചരണ വാഹന ജാഥ വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിനു ശേഷം പാടൂർ കൈതമുക്ക് സെന്ററിൽ സമാപിച്ചു. ജില്ലാ പഞ്ചായത്ത് തൃപ്രയാർ ഡിവിഷൻ LDF സ്ഥാനാർത്ഥി അമൽ T പ്രേമൻ എടത്തുരുത്തിയിൽ 2ാം ഘട്ട പര്യടനം നടത്തി. ശത്രാപിന്നി മാരാത്ത് ക്ഷേത്ര പരിസരത്ത് നടന്ന 2ാം ഘട്ട പര്യടനത്തിന്റെ സമാപനം E.T. ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ UDF സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി AICC സെക്രട്ടറി TN പ്രതാപൻ വാക്ക് വിത്ത് എന്ന പരിപാടി സംഘടിപ്പിച്ചു. ആനപ്പുഴ, കക്കമാടൻ തുരുത്ത്, കോട്ട, കോട്ടപ്പുറം, ചേരമാൻ പറമ്പ് എന്നീ വാർഡുകളിലെ സ്ഥാനാർത്ഥികളുമൊത്താണ് വാക്ക് വിത്ത് സംഘടിപ്പിച്ചത്. കൽദായ സുറിയാനി സഭ മാർ അപ്രീം സൺഡേ സ്കൂളിന്റെ വാർഷികം ഞായറാഴ്ച ആഘോഷിക്കും. വൈകിട്ട് കിഴക്കേക്കോട്ട മാർ യോഹന്നാൻ മാംതാന പള്ളിയിൽ നിന്ന് മാർത്ത് മറിയം വലിയ പള്ളിയിലേക്ക് ഘോഷയാത്ര നടക്കും. തിരുവിലാമല പറക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ കാർത്തിക ദീപ സമർപ്പണം നടന്നു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനത്തോടനുബന്ധിച്ച് സമഗ്ര ശിക്ഷ കേരളത്തിന്റെ ആഭിമുഖ്യത്തിൽ BRC ചാവക്കാട് ഭിന്നശേഷി കുട്ടികളുടെ സംഗമം ചേറ്റുവയിൽ നടന്നു. ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ ഡോക്ടർ ബിനോയ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന ലേബർ കോഡിനെതിരെ ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ ബാങ്ക് ജീവനക്കാർ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നടന്ന യോഗം സംഘടനാ മുൻ അഖിലേന്ത്യാ പ്രസിഡന്റ് CJ നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. കൊടകര കുഴൽപ്പണ കേസ് EDയുടെ കോടതിയിലേക്ക് മാറ്റണമെന്ന് അപേക്ഷ. ED പ്രോസിക്യൂട്ടറാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. ഇരിങ്ങാലക്കുട സെഷൻ കോടതിയിലാണ് അപേക്ഷ നൽകിയത്. കോടാലി അന്നാമ്പാടത്ത് യുവാവിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശി മണപ്പുറത്ത് വീട്ടിൽ 38 വയസ്സുള്ള സുജിത്താണ് മരിച്ചത്. ജാമ്യത്തിലിറങ്ങി മുങ്ങിയ പ്രതിയെ പഴയന്നൂർ പോലീസ് പിടികൂടി. കൊണ്ടാഴി കേരകക്കുന്ന് കൂച്ചേടത്ത് വയൽ വീട്ടിൽ സിബി ബേബിയാണ് പിടിയിലായത്. സമേതം സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി ഏനമാക്കൽ സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ ഏകദിന ജെൻഡർ ക്യാമ്പ് സംഘടിപ്പിച്ചു. മുല്ലശ്ശേരി AEO ഷീബ ചാക്കോ ഉദ്ഘാടനം ചെയ്തു.
കുന്നംകുളം കിഴൂർ പൂരത്തിനിടെ സംഘർഷം. 2 വിഭാഗം കമ്മിറ്റികൾ തമ്മിൽ ഏറ്റുമുട്ടി. ആനകളെ എഴുന്നള്ളിപ്പിൽ അണിനിരത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് തർക്കം ഉണ്ടായത്. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.